ശ്രീകൃഷ്ണ ജയന്തിയല്ലേ, നമുക്ക് വേഗം ഭഗവാനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ. ഇന്ന് അഷ്ടമി രോഹിണി ദിവസമായതുകൊണ്ട് ഭഗവാന് മഞ്ഞപ്പട്ട് ചാർത്തുന്നത് നല്ലതാട്ടോ. നമ്മുടെ എന്തു സാധിച്ചു തരും ഭഗവാന്. മഞ്ഞപ്പട്ട് ഭഗവാന് ചാർത്തിയിട്ട് ഓം ക്ലീം കൃഷ്ണായ നമാന്ന് 12 പ്രാവശ്യം ചെല്ലുക. അതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ വീട്ടിലാണ് ചന്ദനത്തിൽ കത്തിച്ച് വെക്കണം. തുളസി ഉണ്ടെങ്കിൽ തുളസി ഭഗവാൻ ചേർത്ത് കൊടുക്കുക. ഇവിടെ വിളക്കിൻ്റെ നേരെ വെച്ചാൽ അഷ്ടദ്രവ്യം ഉണ്ട്, പക്ഷെ കത്തിക്കാൻ കർപ്പൂരമില്ല. കർപ്പൂരം കൂടെ ഉണ്ടെങ്കിൽ നല്ല കത്തിക്കും. എൻ്റെ കണ്ണിതായി തോന്നുന്നു. ഇന്നത്തെ ദിവസം ഭഗവാന് മഞ്ഞപ്പട്ട് ചേർക്കുന്നത് നല്ലതാണ്. എന്നിട്ട് 12 പ്രാവശ്യം ഓം ക്ലീം കൃഷ്ണായ നമാന്ന് ചെല്ലുക. എന്നിട്ട് ഭഗവാന് മഞ്ഞപ്പട്ട്
മഞ്ഞപ്പെട്ട് ചാർത്താന്നൊക്കെ പറയും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതഃ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അങ്ങനെ മഞ്ഞപ്പെട്ട് ചാർത്തി ഓം ക്ലീം കൃഷ്ണായ നമഃ, 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 ഓം ക്ലീം കൃഷ്ണായ നമഃ. 12 പ്രാവശ്യം ചെല്ലുക. എന്നിട്ട് ഭഗവാന് തുളസി ഇല അല്ലെങ്കിൽ മുല്ലപ്പൂ മാല എന്തെങ്കിലുമൊക്കെ കഴുത്തിലിട്ട് കൊടുക്കുക. കൃഷ്ണാദിവായ പാദാശരണം. ഞാൻ തുളസിയില പറിക്കാൻ മറന്നു. എന്തായാലും പോയിട്ട് പറിച്ചിട്ട് വരട്ടെ. ഹരേ രാമ ഹരേ രാമ നമ്മൾ ഭഗവാന്റെ കാൽപാദത്തിൽ വെച്ചിട്ട് ഇവരാണ് പാദം വരുന്നത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ജയ ശ്രീ രാധേ രാധേ. നമ്മളെപ്പോൾ പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചാലും ഫസ്റ്റ് രാധാറാണീനെ പ്രാർത്ഥിക്കണം കേട്ടോ. രാധാറാണീനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നല്ല ഫലം കിട്ടും. ഭഗവാനെ രാധ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും. അതുകൊണ്ടാണ് രാധാറാണീനെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. രാധ പറഞ്ഞാൽ ഭഗവാന് യാതൊരു അപ്പീലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, ഭഗവാൻ കേൾക്കണമെങ്കിൽ ആദ്യം രാധാറാണി